നിങ്ങളെല്ലാവരും പഠിച്ച നീറ്റ് ഇപ്പൊ കിട്ടും ഇല്ല. എനിക്ക് മോക്ക് സ്കോർ ആവറേജ് ആയിരുന്നു. ആദ്യം 70% കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നീറ്റ് കിട്ടണമെങ്കിൽ കഷ്ടപ്പാടാണ്. ഒരു 50 to 60% IIT കാരണം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് JEE ഒക്കെ എക്സാം എഴുതിയിട്ട് അവർ 94 ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. കൂടുന്നില്ല. പ്രാക്ടീസും എന്റെ ഡിറ്റർമിനേഷൻ എന്റെ ഹാർഡ് വർക്ക് കൂടിയിരുന്നില്ല. ഒരു ലോജിക്ക് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാം ലോജിക്കലായിട്ട് പറഞ്ഞു കേട്ടോ. വെറുതെ ഞാനിങ്ങനെ നിങ്ങളെല്ലാവരും പഠിച്ച നീറ്റ് ഇപ്പൊ കിട്ടും ഇല്ല, അത് ഞാൻ പറയില്ല. ഒരു ലോജിക്ക് പറഞ്ഞുതരാം. ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ IIM പഠിച്ചത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. അവിടെ കിട്ടണമെങ്കിൽ എളുപ്പപരിപാടിയല്ല. നിങ്ങൾ നീറ്റ് കിട്ടണമെങ്കിലും കഷ്ടപ്പാടാണ്. കാരണം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ IIM നിങ്ങൾക്ക് +2 ഒരിക്കലും പോകാൻ പറ്റില്ല. യു ഹാവ് ടു ഡു യുവർ ബാച്ചിലേഴ്സ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ IIT പോയിട്ട് ബാച്ചിലേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ബാച്ചിലേഴ്സ് ചെയ്യണം. ഞാൻ സെന്റ് ജേവിയർസ് കോളേജിലാണ് BSc. അപ്പോൾ എനിവേ ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് നമ്മുടെ ബാച്ചിലേഴ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാറ്റ് എഴുതാൻ പോകും, IIM വേണ്ടിയുള്ള എക്സാം. അപ്പൊ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് മെയിൻലി IIT കാരാണ്. ഓക്കെ, ഒരു 50 to 60% IIT കാരാണ്. ബിക്കോസ് അവർക്കാണ് എളുപ്പത്തിൽ കിട്ടുക. നല്ല ബുദ്ധിയായിരിക്കും. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് JEE ഒക്കെ എക്സാം എഴുതിയിട്ട് അവർ അവിടെ എത്തിയത്. നിങ്ങൾ എയിംസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഭയങ്കര ബുദ്ധിയായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ IIT കാരൻ നല്ല ബുദ്ധിയായിരിക്കും. ഓക്കെ, അപ്പൊ അവരാണ് മിക്കവാറും പരീക്ഷ. അപ്പൊ നമ്മൾ IIT കാരുടെ കൂടെ കമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പ്രിപ്പറേഷൻ ടൈമിൽ എനിക്ക് ആദ്യമൊക്കെ മോക്ക് സ്കോർ ഞാനും കുറെ മോക്കൊക്കെ എടുത്തിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പം മോക്ക് സ്കോർ കുറെ എടുക്കുമ്പോൾ എനിക്ക് മോക്ക് സ്കോർ ആവറേജ് ആയിരുന്നു. ആദ്യം 70% കുറച്ച് കഴിയുമ്പോൾ 80% കേട്ടോ പറയാം. 80%, 90%, അങ്ങനെ പോയി കൂടി ഒരു പോയിന്റിൽ, അതായത് എക്സാമിന് ഒരു 3 മാസം മുൻപ് ഞാൻ ഏതാണ്ട് എവിടെ എത്തി? എന്റെ മോക്ക് സ്കോർസ് ഏതാണ്ട് 95% എത്തി. ഓക്കെ, വിച്ച് ഇസ് നോട്ട് ബാഡ്. നമുക്കൊരു മോശമില്ലാത്ത IIM, ഓക്കെ, ഒരു ടോപ്പ് 20 IIMs 15 IIMs കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർസെന്റേജ് 95%. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പ് 5 IIM കിട്ടാൻ പോകുന്നു, ടോപ്പ് 5 ഒന്നിനും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പം എനിക്ക് ഏതാണ്ട് എന്താണ് ഒരു 2 മാസമൊക്കെ എക്സാമിന് മുൻപ് 2 മാസം വരെ എന്റെ പെർസെന്റേജ് ഇവിടെ കിടന്ന് കളിക്കുക. 96, 95, 94, 96, 95, 94 ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. കൂടുന്നില്ല. ബിക്കോസ് പെർസെന്റേജ് കൂടണമെങ്കിൽ നമ്മൾ മാത്രം വർക്ക് ചെയ്താൽ പോരാ, ബാക്കിയുള്ളവർ മോശമായിട്ട് വർക്ക് ചെയ്യണം. നമ്മളും വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബാക്കിയുള്ളവർ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും അടിപൊളിയായി വരില്ലേ? അപ്പൊ പിന്നെ പെർസെന്റേജ് റാങ്ക് കൂടില്ല, മാർക്ക് കൂടും. ദിസ് ഇസ് നോട്ട് റാങ്ക്. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ മാർക്കല്ല, റാങ്ക് ആണ്. സോ റാങ്ക് കൂടില്ല ബിക്കോസ് എല്ലാവരും അടിപൊളിയായി പഠിക്കില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? റിയാലിറ്റി എന്താ പറയും? ഓക്കെ, ടുവേർഡ്സ് ഒരു ലാസ്റ്റ് 1.5 months പെർസെന്റേജ് എന്നാ കൂടി. അവസാനം ഞാൻ മോക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ എക്സാമും അവസാനത്തെ എന്റെ ഓർമ്മ ശരിയാണ് 10 എക്സാം ഞാൻ എടുത്തു. എല്ലാത്തിലും എനിക്ക് 99% പോകട്ടെ. എല്ലാത്തിലും ഒരെണ്ണം പോലും 99 താഴെ പോയി. 99.9 കിട്ടിയിട്ടുണ്ട്, 8 കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട്, 4 കിട്ടിയിട്ടുണ്ട്. അവസാനം എനിക്ക് ഫൈനൽ എക്സാമിന് 99.3 ആണ്. 99.3% അല്ല എന്റെ ഫൈനൽ പെർസെന്റേജ്. ദാറ്റ് മീൻസ് ഓൾ ഇന്ത്യ റാങ്ക് 2000 താഴെ വരും, 1000 സംതിങ് വരും. എനിവേ, അപ്പം ഇതാണ് എന്റെ ഫൈനൽ പെർസെന്റേജ്. പക്ഷെ ഇത് അവസാനം കൂടി. അതിന്റെ കാരണം എന്താ? അലക്സ് സാർ ഭയങ്കര കഷ്ടപ്പെട്ടു. അവസാനം ദിവസം അലക്സ് സാർ 10 മണിക്കൂർ എല്ലാ ദിവസവും 12 മണിക്കൂർ അടിച്ചു. അതതിന്റെ മുൻപ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും 12 മണിക്കൂർ അടിക്കാം. കഷ്ടപ്പെട്ടിട്ട് തന്നെ അല്ലാണ്ട് ഇവിടെ ഈ സമയത്ത് ഞാൻ 12 മണിക്കൂർ അടിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഞാൻ എന്താണ് ഒരു 14 മണിക്കൂർ അടിച്ചിരുന്നു. 2 മണിക്കൂർ കൊണ്ട് അത്രയും കൂടില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടോ? പറ, ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. എക്സാമിനറിന്റെ നീറ്റ് ആസ്പിരൻസിന് ബുദ്ധി ഉണ്ടാവും. എന്താ സംഭവിച്ചത്? പറ നോക്കട്ടെ, പറ. നിങ്ങൾ എന്തിനും അടിച്ചിരിക്കുന്നത്? പറ നോക്കട്ടെ, എന്തായിരിക്കും? എക്സ്പ്ലെയിൻ. കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടിയിട്ടല്ല കഥ പറയുന്നത്, എക്സ്പ്ലെയിൻ ആ ചോദിച്ചത്. ബൈ പ്രാക്ടീസ്. ടെക് ആൻഡ് ട്രാവലിന് കറക്റ്റ്. എന്താ സംഭവിച്ചു വെച്ചാൽ എന്റെ പ്രാക്ടീസും എന്റെ ഡിറ്റർമിനേഷൻ എന്റെ ഹാർഡ് വർക്ക് കൂടിയിരുന്നില്ല. അത് ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഹാർഡ് വർക്ക് ഞാൻ 6-7 മാസം മുൻപ് ചെയ്യാൻ തുടങ്ങിയതാണ്. അത് നല്ല ചെയ്തുകൊണ്ടിരിക്കുക. അത് കൂടി ഉണ്ടല്ല, അത് ഞാൻ കുറച്ചൊക്കെ കൂട്ടിയുള്ളൂ അവസാനമാകുമ്പോഴത്തേക്കും. എന്താ സംഭവിച്ചത്? ഈ അവസാന സമയം ആകുമ്പോഴത്തേക്കും കുറെ പേർക്കും എന്താണ്, അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റൂല, എന്റെ മോക്ക് സ്കോർ 95 സ്റ്റക്കായി നിൽക്കുക, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഈ പരിപാടി നിർത്താം, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറെ പേര് അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ റാങ്ക് കുറഞ്ഞില്ലേ, മാർക്ക് നമ്മുടെ കൂടുന്നില്ല, റാങ്ക് ബാക്കിയുള്ളവരൊക്കെ ഗിവ് അപ്പ് ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അപ്പോഴും മണ്ടന്മാരെ പോലെ വർക്ക് ചെയ്യുന്നത് എന്താണ്? മുകളിലേക്ക് കയറിപ്പോ. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളവര് എപ്പോഴും ഇതാ സംഭവിക്കാമ.
നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്താൽ ബാക്കിയുള്ളവർ ഗിവ് അപ്പ് ചെയ്തോളൂ. എല്ലാ എക്സാമിലും ഇന്നവേറ്റബിളി ഇത് സംഭവിക്കും. അപ്പം ഇത് നിങ്ങൾ പലരിടത്തും ഈ കഥ കേൾക്കും, ജെഇ ക്രാക്ക് ചെയ്തവര്, നീറ്റ് ക്രാക്ക് ചെയ്തവര് അവസാനമാകുമ്പോഴത്തേക്ക് ഭയങ്കര കൂടി. കാരണം എന്താണ്? അതിന് ഒരു കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, പക്ഷെ അതിന് ചെറിയ കാരണം. മറ്റേ കാരണം എന്താണ്? ബാക്കി കുറെ പേര് ഗിവ് അപ്പ് ചെയ്തില്ലേ? എത്ര പേര് ഗിവ് അപ്പ് ചെയ്യും? നിങ്ങൾ കുറെ പേര് ഇപ്പൊ തന്നെ ഗിവ് അപ്പ് ചെയ്യും. അയ്യോ സാറെന്ന്, അപ്പൊ തന്നെ ആ കോമ്പറ്റീഷൻ ഒഴിവായി. അപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നാളെ ഞാൻ ലൈവ് എടുക്കും, അല്ല ഇവിടെ ലൈവ് എടുക്കില്ല, ഞാൻ ഒരു അടുത്ത ആഴ്ച ലൈവ് എടുക്കും, അതിനടുത്ത ആഴ്ച. അപ്പൊ 2-3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ എന്താണ് ഒരു ഓസിലേഷൻസ് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എത്തും. അപ്പൊ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഇത്ര ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അത് നല്ലൊരു കാര്യമാണ്, കാരണം അവരൊക്കെ ഗിവ് അപ്പ് ചെയ്തു, അവർ ഔട്ട് ഓഫ് ദി കോമ്പറ്റീഷൻ. ഇനി നിങ്ങളുടെ ചാൻസ് ആണ്, മനസ്സിലായില്ലേ? അപ്പോഴും പെർസിസ്റ്റന്റ് നിൽക്കുന്ന ഓട്ടോമാറ്റിക്കൽ റാങ്ക് കൊടുക്കും, നിങ്ങൾ വർക്ക് ചെയ്തതിലും റാങ്ക് കൊടുക്കും. അതാണ് ലോജിക്. ഓക്കെ, അപ്പൊ ലോജിക്ക് മനസ്സിലാക്കുക. വെറുതെ എല്ലാ കാര്യങ്ങളും നടക്കാറ്, എനിക്ക് എല്ലാത്തിലും ഒരു റീസൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ റീസൺ. പൊളി ട്രിക്ക് അല്ല, അത് ട്രിക്കായിട്ട് എടുക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. എല്ലാവരും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കുക. പക്ഷേ ഇത് ഇന്നോവേറ്റീവ്ലി സംഭവിക്കും. അപ്പൊ അത് സംഭവിക്കണേ യു ഹാവ് ടു സ്റ്റേ ഓൺ ട്രാക്ക്. ജസ്റ്റ് സ്റ്റേ ഓൺ ട്രാക്ക്. ഭയങ്കര ഇതും സാഹസമൊന്നും കാണിക്കണ്ട. സ്റ്റേ ഓൺ ട്രാക്ക്. പിടിച്ചിരിക്കുക. പറ്റുന്നില്ല, ഞാൻ നിൽക്കും. പറ്റുന്നില്ല, വീണ്ടും അള്ളി പിടിച്ചിരിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. മറ്റേ ഈ സിനിമയിലെ ഒരു ഗോസ്റ്റ് ഹൗസ്, എന്താ സിനിമേൻ്റെ പേര്? ഗോസ്റ്റ് ഹൗസ് അല്ല, അതിന്റെ മുൻപുള്ള ഇൻ ഹരിഹർ നഗറിൽ ഒരു അവസാനം ഒരു സാധനം ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നു. എന്തായിരുന്നു പേര്? ആ സാധനത്തിനെ പോലെ. ഓക്കെ, അള്ളി പിടിച്ചിരിക്കില്ലേ? എവിടെ അള്ളി പിടിച്ചിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് വിജയിക്കാൻ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.